ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നതിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറുന്നതിനും സാധിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസി റോബിൻ. ഞാൻ എറണാകുളം കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടി വഴി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന നിരവധി അനുഗ്രഹങ്ങളിൽ ചിലത് പറയുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഭർത്താവ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന ഒരു അവസ്ഥയാണുള്ളത്. ഭർത്താവിന് 2019 ഡിസംബറിൽ ബൈപ്പാസ് സർജറി ചെയ്തിരുന്നു. ബൈപ്പാസ് സർജറി ചെയ്ത് വീട്ടിലേക്ക് പോന്നെങ്കിലും ഉടനെ 2-3 ദിവസത്തിനുള്ളിൽ ഹസ്ബൻഡിൻ്റെ യൂറിനിൽ ബ്ലഡിൻ്റെ അംശം വളരെ കൂടുതലായിട്ട് കാണപ്പെട്ടു. ഉടനെ വീണ്ടും അഡ്മിറ്റ് ചെയ്ത് CT സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിലെ സിസ്റ്റിൽ നിന്ന് ഹെമറേജ് ബ്ലീഡിംഗ് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കിയത്. ഇതിന് ഒരാഴ്ചയോളം വീണ്ടും അഡ്മിറ്റായി യൂറിനൊക്കെ ക്ലിയറായി വീട്ടിലേക്ക് പോകുന്നെങ്കിലും വീണ്ടും അതുമുതൽ കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും യൂറിൻ ചെയ്യുമ്പോൾ പസൽസ് ന്യൂമറസ് കൾച്ചറിൽ ഇക്കോളൈ എന്ന ബാക്ടീരിയ. ഇതിന് ഹസ്ബൻഡിന് കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് മിക്കവാറും എല്ലാം തന്നെ റെസിസ്റ്റൻസാണ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻ. ആൻറ്റിബയോട്ടിക് ചുരുക്കം ചിലതുള്ളത് തന്നെ കിഡ്നിക്കിനെ ബാധിക്കുന്ന ചില മരുന്നുകളായതുകൊണ്ട് ക്രിയാറ്റിനിൻ കൂടുതലായതുകൊണ്ടും അതൊന്നും കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ കിട്ടും. അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അത് ഇഞ്ചക്ഷനായിട്ട് ഒരാഴ്ചയൊക്കെ കൊടുക്കും. അതിനുശേഷം യൂറിൻ നെഗറ്റീവാകും. നെഗറ്റീവായി കഴിഞ്ഞ് ഒരു മാസം, അടുത്ത ചെക്കപ്പ് 1 മാസം കഴിയുമ്പോഴാണ്. അന്നേരം ചെല്ലുമ്പോൾ പിന്നെയും ഇത് പോസിറ്റീവ് തന്നെ. ഇങ്ങനെ 4.5 വർഷം കഴിഞ്ഞു. 4.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ എറണാകുളത്തെ പ്രധാനപ്പെട്ട നെഫ്രോളജിസ്റ്റുമാരുടെ 4 ഹോസ്പിറ്റലുകളിലായി പലരെയും കണ്ടു. ഇങ്ങനെ മാറി മാറി കാണാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്തും ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കൊടുക്കും, നെഗറ്റീവാകും, പിന്നെ കൾച്ചർ ചെയ്യും, പിന്നെയും പോസിറ്റീവ്, ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അവസാനം ഡോക്ടർമാർ എല്ലാവരും തന്നെ പറയുന്നത് ഈ ഓർഗാനിസം ഇനി ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് പോകൂല. എന്താണെന്ന് വെച്ചാൽ അത് കിഡ്നിയിൽ സിസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് കാരണം അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി എപ്പോഴും ഇനി കൾച്ചറൊന്നും ചെയ്യണ്ട, എന്തെങ്കിലും സിംറ്റം ഉള്ളപ്പോൾ മാത്രം നോക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ചില ആൻറ്റിബയോട്ടിക്കുകൾ വർഷങ്ങളോളം ഒരു ആൻറ്റിബയോട്ടിക്കൊക്കെ നിർത്താതെ ടാബ്ലറ്റായിട്ടൊക്കെ കഴിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ കഴിഞ്ഞ മാർച്ച് 7-നാണ് 2024 മാർച്ച് 7-നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡിന് പനി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സാധാരണ പോലെ യൂറിൻ റുട്ടീൻ കൾച്ചർ എല്ലാം ചെയ്തു. അപ്പോൾ ഒരേ പ്രാവശ്യവും പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. 4 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വാങ്ങാൻ പോകുന്ന വഴിക്ക് ഞാൻ ഓരോ സമയത്തും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കെങ്കിലും സെൻസിറ്റീവായി കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിൽ ചെന്നു. റിസൾട്ട് കണ്ടപ്പോൾ ആൻറ്റിബയോട്ടിക് എന്നല്ല, യൂറിനിൽ നോ ബാക്ടീരിയ എന്നാണ് കണ്ടത്. അതോടുകൂടി ആ സമയത്തോടുകൂടി പിന്നീട് ഇതുവരെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. മാതാവ് അങ്ങനെ 4.5 വർഷം ബുദ്ധിമുട്ടിച്ച ആ യൂറിനറി ഇൻഫെക്ഷൻ മാറ്റിത്തന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അച്ഛനിവിടെ ധ്യാനത്തിനിടയ്ക്ക് പറഞ്ഞു, മരുന്നൊന്നും ശരീരത്തിൽ പിടിക്കാത്ത രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. രണ്ടാമതായി എനിക്ക് 5-6 വർഷത്തിലധികമായി നെഞ്ചരിച്ചിൽ. എപ്പോഴും ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, എരിവ് പുളി മധുരം ഒന്നും കഴിക്കാൻ പറ്റില്ല, എപ്പോഴും നെഞ്ചരിച്ചിൽ. രാവിലെ അതിനിടയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഗേർഡ് എന്ന ഒരവസ്ഥയാണ്.
പാൻഡാപ്രസോൾ എന്ന ടാബ്ലറ്റ് അത് മുതൽ കഴിക്കുന്നുണ്ട്. വർഷങ്ങളോളം 5-6 വർഷമായി കഴിക്കാൻ തുടങ്ങിയിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഈ ടാബ്ലറ്റ് ഒന്ന് നിർത്താൻ വേണ്ടി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്കന്ന് ഉറക്കമില്ല, രാത്രി വരെ എത്തിയാലും ഉറക്കമില്ല, പകൽ നെഞ്ചരിച്ചില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി. ഒന്നരാടം ദിവസമാക്കാമെന്നെങ്കിലും ഞാൻ ഓർത്തു, അതിനും സാധിക്കുന്നില്ല. ഒരു ദിവസം പോലും കഴിക്കാൻ വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിയോഗത്തിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വെച്ചിരുന്നില്ല. എന്നാലും ഈ ഉടമ്പടി എടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഈ പാൻഡാപ്രസോൾ നിർത്തി മാർച്ച് മാസം വരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 6 മാസമായിട്ട് ഇതുവരെ എനിക്ക് പാൻഡാപ്രസോൾ കഴിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്, നെഞ്ചരിച്ചിലൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ കാലിന് വേദന, എൻ്റെ മുട്ടുകാലിനും പാദത്തിനും ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല, നടന്നൊരു സ്ഥലത്തും പോവില്ല, അതിൽ അടുത്ത വീടുകളിൽ പോലും ഞാൻ നടന്നൊന്നും പോവില്ല. എനിക്ക് അപ്പോഴേക്കും കാല് വേദന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ വിശുദ്ധ വസ്തുക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷം, രാത്രിയിലെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ വിശുദ്ധ തൈലം കാലയിൽ പുരട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും അത് ഉപയോഗിക്കും. ഭർത്താവിൻ്റെ നെറ്റിയിലും നടുവിനും വയറയിലും പുരട്ടും, മകൾക്കും നെറ്റിയിൽ പുരട്ടും, എൻ്റെയും കാലയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ കാലുവേദന ഇല്ല. എനിക്കിപ്പോൾ ഞാൻ മുട്ടുകുത്തിയിട്ട് തന്നെ വർഷങ്ങളായി. മുട്ടുകുത്തി പ്രാർത്ഥന ചെല്ലില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കൊന്ത ചെല്ലുമ്പോൾ 1-ാമത്തെ രഹസ്യം മുതൽ ലുത്തിനിയ മുഴുവൻ, അത്രയും സമയം മുഴുവൻ പ്രാർത്ഥന മുട്ടുകുത്തിയാണ്. ആ പ്രാർത്ഥന തീരുന്നത് പോലും അറിയില്ല. അത്രയും നേരം മുട്ടുകുത്തിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ UK-യിലാണ്. അവിടെ ജോലിയൊക്കെ കിട്ടിയായിരുന്നു. UK-യിൽ പോയിട്ട് 2 വർഷമായിട്ടുള്ളത്. അതിനിടക്ക് ജോലിയിലൊരു പ്രതിസന്ധി വന്നു, ജോലിയില്ലാത്തൊരവസ്ഥയൊക്കെ വന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പുള്ളിക്ക് ഇപ്പോൾ നല്ല ജോലി കിട്ടി, പെർമനൻ്റായി, അങ്ങനെ പോകുന്നു. ഇപ്പോൾ അവർ സന്തോഷമായിട്ട് പോകുന്നു.